നാലതിരുകൾക്കുള്ളിലെ ഫുട്ബോൾ മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്ത ഒരപൂർവ വസന്തം എന്നേക്കുമായി പെയ്തൊഴിയാൻ പോവുകയാണ്. അതെ, നിങ്ങളുടെ മനസ്സുകളെ ഏകാഗ്രമാക്കി ആ സത്യം ഉൾക്കൊള്ളുക. ഫുട്ബോളിന്റെ മിശിഹയായ ലിയോണൽ ആന്ദ്രസ് മെസ്സി തന്റെ അവസാനത്തെ ലോകകപ്പിനായി കളത്തിലിറങ്ങുന്നു. ഇനിയൊരിക്കൽ കൂടി അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ ലോകകപ്പ് വേദിയിൽ നാം അദ്ദേഹത്തെ കണ്ടേക്കില്ല എന്ന യാഥാർത്ഥ്യം ഒരു മരവിപ്പോടെയല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാനാകില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ ബൂട്ടുകളിൽ നിന്നുള്ള ഓരോ ടച്ചും, ഓരോ ഡബിളും, ഓരോ ഫ്രീ കിക്കും നമുക്ക് അമൂല്യമാണ്. അമേരിക്കയിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ തൻ്റെ 39-ാം വയസ്സിൽ അദ്ദേഹം ഇറങ്ങുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനല്ല, മറിച്ച് തൻ്റെ 6-ാം വയസ്സിൽ ആ കാൽപന്തിനോട് തോന്നിയ അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ 6-ാമത്തെ ലോകകപ്പാണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഈ ടൂർണമെൻറ്റിലൂടെ മിറോസ്ലാവ് ക്ലോസയുടെ ലോകകപ്പ് ഗോളുകളുടെ റെക്കോർഡ് മറികടക്കാനും അദ്ദേഹം ലക്ഷ്യമിടുന്നു. ഇതിനെല്ലാം അപ്പുറം 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പെലെയുടെ ബ്രസീലിന് ശേഷം ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ഒരേയൊരു ക്യാപ്റ്റനായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിരീടം നേടണമെന്ന യാതൊരുവിധ വൈകാരിക സമ്മർദ്ദങ്ങളും ഇല്ലാതെയാണ് മെസ്സി ഇത്തവണ ബൂട്ടണിയുന്നത്. ഒരു ഭാരവും അദ്ദേഹത്തിൻ്റെ ഇടങ്കാലിനെ പിന്നോട്ട് വലിക്കില്ല. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ തൻ്റെ കൈകളിൽ 2 ലോക കിരീടങ്ങളുമായി ലോകത്തോട് അദ്ദേഹം വിട പറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തിരിച്ചെന്ത് പറയണമെന്നറിയാതെ ഫുട്ബോൾ ലോകം മുഴുവൻ നിറകണ്ണുകളോടെ ആദരവോടെ അദ്ദേഹത്തിന് മുന്നിൽ തലകുനിക്കുന്ന ആ യാത്രാമൊഴിക്കായി നമുക്ക് കാത്തിരിക്കാം. മെസ്സിയുടെ ഈ ചരിത്രയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.